ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പറവണ്ണ ടൗണിലെ ഹൈമാസ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് പറവണ്ണ ജംഗ്ഷനിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നത്. സി മമ്മൂട്ടി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക ചിലവഴിച്ചാണ് ഇത് സ്ഥാപിച്ചത്. ഓട്ടോ തൊഴിലാളികളടക്കം നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹാരമാവാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. താനൂർ വലിയപാടത്ത് ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിൽ ഇടിച്ച് ഹോണ്ട മോട്ടോർ സൈക്കിളിന്റെ മുകളിലൂടെ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറി അപകടം. റോഡിന്റെ സമീപത്തും തട്ടുകടയിലും ആളുകളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വെള്ളിയാഴ്ച രാത്രി 8:40 അപകടം നടന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 2024-25 സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി MDPS UP സ്കൂൾ. 1500ഓളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകിട്ട് 4 മണിയോടെയാണ് വോട്ടിംഗ് അവസാനിച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ മാതൃകയും EVM കൺട്രോൾ യൂണിറ്റ് എന്നിവ തയ്യാറാക്കിയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഇതിനായി ഉപയോഗിച്ചു. തലക്കാട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് മുൻതസീർ ബാബു. കഴിഞ്ഞ ദിവസങ്ങളിലായി തിരൂർ VP-അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യമായി ഇടപെട്ടില്ലെന്നും പഞ്ചായത്ത് പരിധിയിൽ മദ്യഷാപ്പുകൾ വരുന്നതിൽ ഭരണസമിതി അംഗങ്ങൾ വേണ്ട നടപടിയെടുക്കുന്നില്ലെന്നും തലക്കാട് പഞ്ചായത്ത് UDF മെമ്പർ ആരോപിച്ചു. പൊന്നാനി കനോലി കനാലിൽ പോലീസിന്റെ മണൽ വേട്ട. അനധികൃതമായി മണൽ കടത്താൻ ഉപയോഗിച്ചിരുന്ന കൂറ്റൻ വഞ്ചി, യമഹ മോട്ടോർ എന്നിവ പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ഏറെക്കാലമായി പ്രവർത്തനം നിലച്ച് പൂട്ടിക്കിടന്ന ജ്വല്ലറിയിൽ തീപിടുത്തം. വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ AKG റോഡിന് എതിർവശത്തുള്ള KH ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായത്. VP-അങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടം 3 മാസത്തിനകം. അതുവരെ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഷിഫ്റ്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കും. MLA-യും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറും PTA-യും അധ്യാപക പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. തിരൂരിൽ 2 വ്യത്യസ്ത സംഭവങ്ങളിലായി മാരക രാസലഹരിയുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. യുവാക്കൾക്കിടയിലുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കുവാനുള്ള മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരന്റെ നിർദ്ദേശാനുസരണം തിരൂർ DYSP KM ബിജുവിന്റെ മേൽനോട്ടത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ പരിശോധനകളിലാണ് യുവാക്കൾ അറസ്റ്റിലായത്. വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി വിദ്യാർത്ഥിനിയുടെ നിരവധി ഫോട്ടോകൾ അതുവഴി പോസ്റ്റ് ചെയ്ത് ആ അക്കൗണ്ടിലൂടെ സുഹൃത്തുക്കളെ കണ്ടെത്തി വിദ്യാർത്ഥിനിയാണെന്ന വിധത്തിൽ ചാറ്റ് ചെയ്ത് സൗഹൃദമുണ്ടാക്കി വീഡിയോ കോൾ ചെയ്യാമെന്നും മറ്റും നിരവധി വാഗ്ദാനങ്ങളും നൽകി പണം തട്ടിയ വിദ്യാർത്ഥിയെ തിരൂർ DYSP KM ബിജുവിന്റെ നിർദ്ദേശാനുസരണം തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് KJ, തിരൂർ സബ് ഇൻസ്പെക്ടർ സുജിത് RP എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഇസ്ലാഹുൽ ഉലൂം 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്ഥാപനത്തിലെ സിവിലൈസേഷണൽ സ്റ്റഡീസ് വിഭാഗത്തിന് കീഴിൽ നടപ്പിലാക്കുന്ന ദി താനൂർ ഹെറിറ്റേജ് പദ്ധതിക്ക് തുടക്കമായി. താനൂരിന്റെ ചരിത്രവും പാരമ്പര്യവും അടയാളപ്പെടുത്തുന്ന വൈബ് സൈറ്റ് പ്രകാശനം, ഹെറിറ്റേജ് വാക്ക്, അക്കാദമിക് കോൺഫറൻസ്, ഹെറിറ്റേജ് കാർണിവൽ, ഹെറിറ്റേജ് പുരസ്കാരം തുടങ്ങിയ വിവിധ പരിപാടികൾ പദ്ധതിയുടെ ഭാഗമായി നടക്കും. TIC സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ AICയെ 1987 മുതൽ 2023-24 വരെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ 2500-ലധികം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെയും 300-ലധികം പൂർവ്വ അധ്യാപകരുടെയും ഗ്ലോബൽ അലുമിനി മീറ്റ് ഐക്കോണിക് 24 എന്ന പേരിൽ സംഘടിപ്പിക്കും. ജൂലൈ 28-ന് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3 മാസത്തിനുള്ളിൽ തിരൂർ VP-അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ P അനിൽ. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തെ തുടർന്നാണ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ P അനിൽ സ്കൂൾ സന്ദർശിച്ചത്. സ്വീഡനിൽ ഓഗസ്റ്റ് 13 മുതൽ 25 വരെ നടക്കുന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലേക്ക് അജയൻ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ബാർബർ തൊഴിലാളിയായ അജയന് മത്സരത്തിന് പോവാൻ പണമില്ല. കരുണയുള്ളവർ സഹായിച്ചാൽ അജയന് സ്വീഡനിലെത്തി മത്സരത്തിൽ മാറ്റുരയ്ക്കാം. ട്രാക്കിൽ തിളങ്ങാമെന്ന ആത്മവിശ്വാസവും അജയനുണ്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.